നമസ്തേ, പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. മാധ്യമ പ്രവർത്തനം അന്യൻ്റെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കുന്നതാണ്. അത് മറന്നുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ, വ്യക്തിഹത്യയ്ക്ക് വേണ്ടിയിട്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മലീമസമായ മാധ്യമ പ്രവർത്തനങ്ങളാണ്. അത്തരം മാധ്യമ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഒരു വ്യക്തി ഈ മാധ്യമ പ്രവർത്തനം സ്വന്തക്കാരുടെ നേരെ, ബന്ധുക്കളുടെ നേരെ, അച്ഛനമ്മമാർക്ക് നേരെ, സന്താനങ്ങൾക്ക് നേരെ ഒക്കെ ഈ മലീമസമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ദൃഷ്ടികൾ പതിയുമ്പോൾ ഏതൊരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനും പ്രകോപിതനാകും, പ്രകോപനപരമായി പെരുമാറും. അതിനെ വീണ്ടും വീണ്ടും മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുക അഭികാമ്യമല്ല. ഇന്ന് വഞ്ചിയൂർ മണ്ഡലം അത്തരം ഒരു വ്യക്തിഹത്യയ്ക്ക് വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. വഞ്ചിയൂർ നിവാസികളുടെ പ്രിയപ്പെട്ട ശ്രീ ബാബു, ശങ്കരൻകുട്ടി നായർ എന്ന ശ്രീ ബാബു, അദ്ദേഹത്തിന് നേരെ വൻപിച്ച തോതിൽ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ നടക്കുന്നു. സത്യവിരുദ്ധമായി അദ്ദേഹം കയ്യേറ്റം ചെയ്തു എന്ന രീതിയിൽ. പക്ഷേ ഒരു സെക്കൻഡ് നേരത്തെ കയ്യേറ്റം പോലും സോഷ്യൽ മീഡിയയിൽ ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ഒച്ചയെടുത്ത് സംസാരിച്ചിട്ടുണ്ടാകാം. അതിനെയൊക്കെ ആക്രമണമാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് വളരെ മോശമാണ്. ഈ അവസരത്തിൽ ശ്രീ ഷാജികുമാർ ശ്രീ ശങ്കരൻകുട്ടി നായരുടെ വാക്കുകളിലേക്ക് ശങ്കരൻകുട്ടി നായരുമായി അഭിമുഖം നടത്തുന്നു. അദ്ദേഹം മനസ്സ് തുറക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ താരം വിവാദ പുരുഷനാകാൻ ശ്രമിക്കുകയാണ് ചില ഫൈബറിടങ്ങൾ. വഞ്ചിയൂർ പി ബാബുവാണ്, വഞ്ചിയൂരുകാരുടെ ബാബുവാണ്. ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന, ജനങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന, വഞ്ചിയൂർ നിവാസികൾ സ്നേഹം അർപ്പിക്കുന്ന ബാബുവിനെ പറ്റിയുള്ള വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ജന്മഭൂമി, ജനം TV, പിന്നെ കുറേ സോഷ്യൽ മീഡിയ ഫൈബറിടങ്ങൾ. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ ചാനലിലൂടെ അവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇത്തരം ഫൈബറിടങ്ങൾ ബാബുവിനെ പറ്റി അതിഭയാനകമായ കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. എന്താണ് ബാബുവിന് സംഭവിച്ചത്? നവംബർ 22 എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ പരിശോധനാ ദിനമാണ്. അപ്പോൾ അന്ന് രാവിലെ 11 മുതൽ 3 മണി വരെയാണ് ആ സമയം. 11 മണിക്ക് തന്നെ ഞാൻ കൃത്യം 11 മണിക്ക് അവിടെ എത്തി. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 4 പേർക്ക് പോവാം. ഞങ്ങൾ 4 പേരാണ് പോയത്. ഒന്ന് ഷാഗിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏജൻറ്റാണ്, ചീഫ് ഇലക്ഷൻ ഏജൻറ്റാണ്. ഷാഗിനും ഞാനും എൻ്റെ കൂടെയുള്ള മറ്റ് 2 പേരും കൂടി 4 പേരായി അവിടെ പോയി. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു. എൻ്റെ ആവശ്യം, എൻ്റെ യഥാർത്ഥ പേര് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ശങ്കരൻകുട്ടി നായർ എന്നാണ്. വഞ്ചിയൂർ ബാബുവാണ് അറിയപ്പെടുന്ന പേര്. അപ്പോൾ അതിന് പോയി സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങി. അവരുമായിട്ട് അതിൻ്റെ വിവരം അറിയാൻ വേണ്ടി കുറച്ച് നേരം 10 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു. നിന്നപ്പോഴാണ് അതിൽ ഒരാൾ, പിന്നീടാണ് അറിഞ്ഞത് പ്രവീൺ എന്ന് പറഞ്ഞത്. എനിക്കറിയില്ല പ്രവീൺ വന്ന് എൻ്റെ ചേർന്നതിൻ്റെ ചെവിയിൽ ചീത്ത പറഞ്ഞു. ചീത്ത എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട തരത്തിലാണ് ചീത്ത പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചീത്ത പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ ഒരു അപ്രതീക്ഷിതമായിട്ടാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഷാഹിൻ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ചീത്ത പറയുന്നത്, എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടെ അയാൾ ഒച്ചത്ത് ചീത്ത വിളിച്ചപ്പോൾ ഷാഹിൻ പറഞ്ഞ്, ഈ തരത്തിൽ അദ്ദേഹം ഒരു മാന്യനായ ഒരാളാണ്, അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നത് ശരിയല്ല, നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അടുത്ത് നിൽക്കുകയാണ്, കണ്ണമ്പുലത്തെ സ്ഥാനാർത്ഥി. ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. ഇയാളും കൂടെ ചേർന്നാണ് ഇതിനൊരു അവസരം ഒരുക്കിയെന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. എന്ന് പറയുമ്പോൾ ഷാഹിൻ അങ്ങനെ പറയുമ്പോൾ ഷാഹിൻ്റെ മുഖത്ത് 2-3 ഇടിച്ചു. പിന്നെ മുതുകത്തും ഇടിച്ചു. അവരെ കൂടെ 3-4 പേരുണ്ടായിരുന്നു. ഇടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇടിച്ചപ്പോഴത്തേക്ക് നമ്മളെ കൂട്ടത്തിൽ നിന്നവരെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. അവരെ പിടിച്ച് തള്ളി. ഇടി കൊണ്ട് ഉടനെ തന്നെ ഷാഹിൻ്റെ ഷർട്ടെല്ലാം കീറി. ഞങ്ങളവിടെ മ്യൂസിയം സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്, എന്നെ ആദ്യം ഒന്ന് ചീത്ത വിളിച്ച ആളെന്ന് പറയുന്ന പ്രവീൺ എന്ന് പറഞ്ഞ ആൾ, PR പ്രവീൺ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഈ സോഷ്യൽ മീഡിയ, അയാൾക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ടെന്നും ആ സോഷ്യൽ മീഡിയയിലൂടെ അയാൾ എന്നെ കുറച്ച് ദിവസങ്ങളായി എന്നെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും പരസ്യമായി ഇങ്ങനെ പറയുന്ന ആളാണ്. കണ്ണമൂലയ്ക്ക് വേണ്ടി പ്രത്യേകം വാദിക്കുന്നു എന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അയാൾ അറിഞ്ഞത്, ഈ പറഞ്ഞ കണ്ണമൂലത്തെ സ്ഥാനാർത്ഥി മുമ്പ് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അയാൾ ഒഴിവിലേക്ക് ഇദ്ദേഹമാണ് വന്നത്.
അപ്പോൾ ഇദ്ദേഹവും അദ്ദേഹം രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സംഘർഷം ഉണ്ടാക്കി അവർക്ക് ഉപദ്രവം ഏറ്റു എന്ന് പറഞ്ഞ് അങ്ങനെ ഈ വോട്ട് നേടാമെന്നുള്ള ധാരണയോടുകൂടി ആയിരിക്കണം. അപ്പോൾ മറ്റേ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞത് വാസ്തവമാണ്. ഞാനിപ്പോൾ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. മറ്റേ സ്ഥാനാർത്ഥി മുമ്പ് ഇവിടുത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കുറേ കാലം. സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ അംഗമായിരുന്നു, ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അന്ന് പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ആ കത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റി മുഖാന്തരം നമ്മളെ LC-യിൽ അന്വേഷിക്കാൻ വേണ്ടി കത്തയച്ചു, ഇങ്ങോട്ട് അയച്ചു. ആ കത്ത് വെച്ചുകൊണ്ട് നമ്മളിവിടെ തന്നെ 3 പേരടങ്ങുന്ന ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനെ വെച്ച ആളുകൾ 3 പേരെന്ന് പറഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള 3 പേരാണ്. എല്ലാവരും സർക്കാരിലെ ഉയർന്ന സർവീസിൽ ഇരുന്ന വലിയ ഉദ്യോഗസ്ഥരായിരുന്ന മാന്യന്മാരായിട്ടുള്ള പേര് കേട്ടാൽ തന്നെ അറിയാവുന്ന 3 പേരാണ്. സെക്രട്ടേറിയറ്റിലും DHS-ലും പിന്നെ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിലൊക്കെ ജോലി ചെയ്തിരുന്ന 3 പേരാണ്. ആ 3 പേര് അന്വേഷിച്ചു. ഇവരെ നന്നായി തന്നെ അതിൻ്റെ ഒരു പരിശോധന നടത്തിയപ്പോഴത്തേക്ക് ഇയാൾ 100% കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടു. ഒരു സ്ത്രീയുടെ പരാതിയാണ്, സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള തരത്തിലുള്ള പരാതിയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണം നടത്തി അയാളുടെ അടുത്ത് വിശദീകരണം ചോദിച്ചു. അയാൾ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടു. അയാളെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കി. അന്നത് മാർഗമുള്ള, അല്ല വേറെ മാർഗമില്ല, പുറത്താക്കിയതിന് ശേഷം ഇയാളെ കുറേ നാൾ കള്ളപ്രചാരം വരെയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. അത് ഇരിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം അയാളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും. ഇതിൻ്റെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എത്രയോ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ, സ്ത്രീകളെ അപമാനപ്പെടുത്തൽ, കുടുംബമായി കഴിയുന്നവരെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപമാനപ്പെടുത്തിയതിൻ്റെ പേരിൽ എത്ര കേസുകൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പാർട്ടി അറിഞ്ഞുകൊണ്ടൊന്നുമല്ലല്ലോ. അയാളുടെ ഒരു ചുട്ടയിലെ ശീലം ചുടലവരെ പറയുന്നത്. പിന്നെ അങ്ങനെ ഒട്ടനവധി അയാളെ അതിന് വേണ്ടിയിട്ട് അയാളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. 3-4 കേസ് ഇത്തരത്തിൽ തന്നെ കേസുകളുണ്ട്. അങ്ങനെ കേസിൻ്റെയൊക്കെ അയാൾ ജയിലിലാവുകയും ചെയ്തു. ഒരു കേസിൽ വനിതാ മാധ്യമ പ്രവർത്തകർ ജാഥ നടത്തിയതുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരാകുമ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആയാലും ഞങ്ങളതിലൊന്നും ഇടപെടാൻ പോയില്ല. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. ഞങ്ങളുടെ പാർട്ടിയായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി പറ്റും. പാർട്ടിയിൽ നിന്ന് പോയ ഒരാളിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അയാൾക്ക് പകരമായി വന്ന പിന്നെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആണ് അദ്ദേഹമാണ് ഈ PR പ്രവീൺ എന്ന് പറഞ്ഞ അയാൾ. ഇവർ തമ്മിൽ അങ്ങനെ നിന്നിട്ട് അവിടെ ഇപ്പോൾ കണ്ണമ്പുല വാർഡിലാണ് മറ്റേ ആൾ മത്സരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. പ്രസ് ക്ലബിൻ്റെ പഴയ സെക്രട്ടറി അയാൾ അവിടെ മത്സരിക്കുന്നതുകൊണ്ട് അയാൾ അവിടെ ഒരു പാർട്ടിയിലെയും ഇതിലല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുന്ന അവിടെ രക്ഷയില്ല. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ 3 പാർട്ടികളുടെയും പ്രതിനിധികൾ മത്സരിക്കുന്നുണ്ട്. UDF-ൻ്റെയും BJP-യുടെയും LDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുകയാണ്. അവർക്കാണ് മേൽക്കൈ. അതിൽ LDF-നാണ് മേൽക്കൈ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയാൾ 2 പ്രാവശ്യം അവിടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഇപ്പോഴും മത്സര രംഗത്തുള്ള അഡ്വക്കേറ്റ് സതീഷ് കുമാർ. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുക എന്നുള്ള ധാരണയോടുകൂടി ഞാനാണ് അവിടെ, എനിക്ക് 2 വാർഡിൻ്റെ ചുമതലയുണ്ട്. ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഞാനും മത്സര രംഗത്ത് വന്നത്. അപ്പോൾ എനിക്ക് കണ്ണമൂല വാർഡിൻ്റെ ചുമതല കൂടിയുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് പിൻവാങ്ങിക്കാനോ എന്നോ ആയിരിക്കണം അവിടെ വന്നൊരു ഇങ്ങനൊരു പ്രകോപനം സൃഷ്ടിച്ചത്. അപ്പോൾ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളെ ഭാഗത്ത് നിന്ന് തിരിച്ച് പ്രതികരണം ഉണ്ടാകുമല്ലോ. അങ്ങനെ പ്രതികരണം ഉണ്ടായാൽ അത് വെച്ചുകൊണ്ട് അയാൾക്ക് പേരെടുക്കാമെന്നുള്ളതാണ്. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പിന്നെ അടുത്ത ദിവസങ്ങളിലെല്ലാം കണ്ടത്. അയാൾ മാധ്യമം ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ നല്ല പ്രചാരവേല നടത്തി. അയാൾ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയെ പോലെയുള്ള ഒരാളിനെ ഇങ്ങനെ ഞാനും മറ്റാളുകളും ചേർന്ന് മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും തിരുവനന്തപുരം നഗരത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കണം മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? മാധ്യമങ്ങൾ മുഴുവൻ കൊണ്ടിളവണ്ടേ? സാധാരണ അങ്ങനെ ഒന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം, മാധ്യമങ്ങളൊന്നും അങ്ങനെ ഒരു ഇതുമില്ല. അപൂർവം ചില ജനം TV-യെ പോലെയുള്ളവർ ജനം TV അത് എടുക്കും. ജനം TV-യെ പോലെയുള്ള 1-2 പേര് മാത്രമാണ് ഇങ്ങനെ കാണിച്ചത്. മറ്റാരും ഇതിൻ്റെ പുറകെ പോയില്ല. അപ്പോൾ അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനലാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊന്നും വലിയ ഇതിന് തല കൊണ്ട് വെച്ച് കൊടുക്കാത്തത്. അപ്പോൾ ഇതിൽ അങ്ങനെ ഈ കുളം കലക്കി പരുന്തിനെ കൊണ്ടുപോകാം എന്നുള്ള ധാരണയോടുകൂടി ആ വേല കാണിച്ചതാണ്. പക്ഷേ അത്
നടക്കാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അയാൾക്ക് ദോഷമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം അറിയാൻ കഴിഞ്ഞതോടെ ജനങ്ങൾ മുഴുവൻ അയാളെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുകയും ഇപ്പം അയാൾ പുറകോട്ടടിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. ഫ്ലാഷ് ബാക്ക് ഒക്കെ പുറത്തു വന്നു. അതെ. ഇപ്പോഴതിന് ശേഷമാണ്, ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രവീണിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ എന്നെ എനിക്കെതിരെ വഞ്ചൂർ വാർഡിൽ ഞാൻ തോറ്റുപോകും, കണ്ണമ്പുല വാർഡിൽ അവിടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തോറ്റുപോകും, അവിടെ ജയിക്കാൻ സാധ്യത ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു ഉദ്ദേശമാണ് കാണിച്ചതെന്നുള്ളത് പിന്നീടാണ് ഞാൻ കണ്ടത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഈ വഞ്ചൂർ വാർഡിൽ ആദ്യം അച്ഛൻ പിന്നെ മകൾ. ആദ്യമേ മത്സര രംഗത്ത് വരാൻ താല്പര്യമില്ലായിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ പാർട്ടി ആവശ്യപ്പെട്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് ഞാൻ ആദ്യം മത്സരിച്ചു. വളരെ തുച്ഛമായ വോട്ടിനാണ് അന്ന് ജയിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത ഇവിടെ പ്രവൃത്തിയുടെ ഫലമായി എല്ലാ ആളുകളും, ഇവിടുത്തെ ഉള്ള ആളുകളെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞതിൻ്റെ, പാർട്ടിയിലുള്ള പ്രവർത്തകരെല്ലാം പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ മകളുടെ പഠിത്തം തന്നെ മുടക്കിക്കൊണ്ട് അവർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് വേണ്ടി അഡ്മിഷനായി നിൽക്കുന്ന എൻ്റെ മകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി. അവളുടെ അക്കാഡമിക് കരിയറിന് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ ചെയ്ത ഒരു ദ്രോഹമാണ്. വ്യക്തിപരമായി ഞാൻ നോക്കിയാൽ എൻ്റെ മകളോട് കാണിച്ച ദ്രോഹമാണ്. പക്ഷേ അവൾ മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷത്തിലൂടെ അവൾ ജയിച്ചു, എൻ്റെ മകൾ ജയിച്ചു. അപ്പോൾ ജയിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെയാണ് മകൾ ജയിക്കാനിടയായിട്ടുള്ളത്. ഞാനത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അച്ഛൻ മത്സരിച്ച് മകൾ മത്സരിച്ചു. ഇപ്രാവശ്യം വീണ്ടും ഞാൻ മത്സരിക്കണമെന്ന് എന്നോട് പാർട്ടി വളരെ കർശനമായി മത്സരിക്കണം എന്ന് തീരുമാനമെടുത്തത് കൊണ്ട് മാത്രം ഞാൻ പാർട്ടിയുടെ ഇതിനേക്കാളും ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. 15 വാർഡുകളുടെ ചുമതലയുള്ള ഒരാളാണ് ഞാൻ. ആ ഉത്തരവാദിത്തത്തിൽ വന്നിട്ടിപ്പോൾ 1 വർഷം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് മത്സരിക്കേണ്ടി വന്നത്. അപ്പോൾ ഞാനിവിടെ മത്സരിച്ചാൽ ഉറപ്പായി ജയിക്കും, അങ്ങനെ ഒരു ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്നെ ഇവിടെ വേണം എന്ന് പാർട്ടി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ മത്സരിപ്പിക്കാൻ തയ്യാറായത് പാർട്ടിയുടെ ഉപരി ഘടകം. അങ്ങനെയാണ് ഞാൻ മത്സര രംഗത്ത് വന്നത്. അല്ലാതെ അച്ഛൻ മകൾ എന്നുള്ള നിലയ്ക്കല്ല. എനിക്കങ്ങനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാകണമെന്ന് ഒട്ടും ആഗ്രഹമുള്ള ആളല്ല. അപ്പോൾ വീണ്ടും എന്നെ മത്സരിപ്പിച്ചത് അങ്ങനെയാണ്. അതിപ്പോൾ അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഇതിലൂടെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അയാൾ ജ്യോത്സ്യനാണ്. ഇവിടെ ഉള്ള എനിക്കറിഞ്ഞൂടല്ലോ ഞാൻ ജയിക്കുമോ തോക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞൂടല്ലോ. പക്ഷേ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനൊരു പിൻബലം അവർക്ക് വേണ്ടി കൊടുക്കുക, അതിൽ നിന്ന് പ്രകോപനം സൃഷ്ടിക്കുക, നമ്മളെ പ്രവർത്തകരെ താഴെ പറഞ്ഞു എന്നുള്ള ചോദിക്കുക, ആ ചോദിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആളാണ്, പ്രസ് ക്ലബിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് ഒരു പ്രകോപനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുമെന്നുള്ള ഉരുട്ട് ബുദ്ധിയാണ് അവരെ കൊണ്ട് അതിലോട്ട് എത്തിച്ചത്. അതിൽ അവർക്ക് തന്നെ തിരിച്ചടി നേരിട്ടു എന്നുള്ളതാണ് വസ്തുത. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവം ഞാൻ പറയാനുള്ളത്. ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമം ബാബുണ്ണനെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് സ്റ്റോർ ചെയ്ത് കണ്ടു കാണും. ആ മാധ്യമത്തിൻ്റെ പേര് ഞങ്ങൾ പറയുന്നില്ല. ഇങ്ങനെയുള്ള മാനസിക രോഗികൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്നു. കാരണം ബാബുണ്ണനെ വെല്ലുവിളിക്കുകയാണ് ഒരു ഓൺലൈൻ മാധ്യമം ചെയ്തിരിക്കുന്നത്. കണ്ടു കാണും. അത് നമുക്കിപ്പോൾ പേര് പറയാൻ പറ്റില്ല. എന്താണ് ബാബുണ്ണൻ അതിനുള്ള മറുപടി? സോഷ്യൽ മീഡിയയിലൂടെ ഇതിരുന്ന് ഈ അമ്പിളിയമ്മാവനെ കണ്ട് പട്ടി ഉരയ്ക്കുന്നവർ, ഞാൻ അമ്പിളിയമ്മാവനല്ല, ഞാൻ അങ്ങനെ പണ്ട് പറയുമായിരുന്നു, അത്രയ്ക്കൊന്നുമല്ല, ഞാൻ വെറും സാധാരണ മനുഷ്യനാണ്. എന്നാലും അങ്ങനെയുള്ള പട്ടി ഉരയ്ക്കുന്നതെന്ന് പറയുമ്പോൾ അത് പട്ടിയുടെ യോഗ്യതയേ ഉള്ളൂ. മറ്റേത് ഞാൻ അമ്പിളിയമ്മാവൻ്റെ യോഗ്യതയില്ല, ഞാൻ അങ്ങനെയുള്ള യോഗ്യത ഉള്ള ആളായില്ല. പക്ഷേ മറ്റേ മറുഭാഗത്തിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് ആ യോഗ്യത ഉള്ളവരാണ്. അവർ കുറച്ചെന്നും പറഞ്ഞ് നമ്മളെ ദേഹത്തു നിന്ന് യാശുന്നതല്ല. ഇങ്ങനെ കുറേ മാധ്യമ പ്രവർത്തകരുണ്ട്. അവരുടെ എല്ലാം ഇത്തരത്തിലുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുക, അവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക, കൂടെ ജയിലിൽ കിടക്കുക, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ടെന്ന്. അവർക്ക് വേറെ ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് അവരുടെ ലക്ഷ്യം വയ്ക്കുന്ന അവർക്ക് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിച്ചാൽ നമുക്കറിയാമല്ലോ. ക്രൈം നന്ദകുമാറിൻ്റെ ജോലി എന്താണ്? എന്തെങ്കിലും വസ്തുതാപരമായി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ച് നാളാളെ പറ്റിക്കാൻ പറ്റും, പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുവഴി അയാൾക്ക് നല്ല പരസ്യമാണ് കിട്ടുന്നത്. പരസ്യം കിട്ടുക വഴി ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാണ് ആ മാധ്യമത്തിന് വേണ്ടിയിട്ട് പ്രിൻറ്റിങ് അടക്കം അതിൻ്റെ വിതരണത്തിനടക്കം ചിലവാകുന്ന കാശെങ്കിൽ അയാൾക്കൊരു 50 ലക്ഷം രൂപ കിട്ടും. അപ്പം അത് പരസ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പരസ്യം കൊടുത്തില്ലെങ്കിൽ അവർക്കെതിരെ നാളെ വാർത്ത കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ജോലി ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇതിലെ ഒരു വാർത്ത കൊടുത്താൽ നമ്മളാരും ഇവൻ്റെ പരസ്യത്തിനോ അതിനു വേണ്ടി അന്വേഷിച്ച് പോകാനോ ഈ സോഷ്യൽ മീഡിയ കാണാനോ ഞാൻ മെനക്കെടാറില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ചിലതൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിലൊന്നും എനിക്ക് യാതൊരു കുസലുമില്ല. അതുപോലെ ഇത്തരം വൃത്തികെട്ടവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എത്രയോ അന്തസ്സായിട്ടുള്ള സമൂഹത്തിൽ ഏറ്റവും മാന്യതയുള്ള ഒരു മേഖലയാണ് മാധ്യമം മേഖല. അവർ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അന്തചിത്രങ്ങളെയും ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. നല്ലതും ചീത്തയും നല്ലതെന്ന് പറയണം, ചീത്തയെ ചീത്ത എന്ന് തന്നെ പറയണം. അങ്ങനെ സത്യസന്ധതയോടുകൂടി മാധ്യമ പ്രവർത്തനം നടത്തണം. ആ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകളാണ് മുമ്പുണ്ടായിരുന്ന പലരും. ഇപ്പോഴും അങ്ങനെ അതേപോലെ തന്നെ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ചില ഇതേപോലത്തെ ഉള്ള ആളുകൾ ചില സോഷ്യൽ മീഡിയയും മറ്റ് ചില മാധ്യമങ്ങളും ഇങ്ങനെ കള്ളപ്രചാരവേല നടത്തി കാശുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു താല്പര്യവും അവർക്കില്ല. കാശ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കുന്നുണ്ടോ ഈ പ്രസ് ക്ലബിനെ? എനിക്കെന്തിന് അയ്യോ പ്രസ് ക്ലബിനെ ഞാൻ പേടിക്കുന്നത്? പ്രസ് ക്ലബ് ആര്? ഞാൻ പ്രസ് ക്ലബിനെല്ലാം ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആകെ പേടിയുള്ളത് ഈ പാർട്ടിയെ മാത്രമേ ഉള്ളൂ. ജനങ്ങളെ പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ഭാഗമല്ലേ ജനങ്ങളെന്ന് പറയുന്നത്. പാർട്ടിയുടെ ഭാഗമാണല്ലോ ജനങ്ങൾ ഭയപ്പെട്ടേ പറ്റൂ. ജനങ്ങളുടെ ദാസനായി നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. 50 വർഷമായി ജനങ്ങൾ ദാസനായി നിന്ന് ജോലി ചെയ്യാണ്. ശമ്പളത്തിനല്ലല്ലോ ജോലി ചെയ്യുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പേടിക്കേണ്ടതെന്ന് വെച്ചാൽ എന്നെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച എൻ്റെ പാർട്ടിയല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ പാർട്ടി പറയുന്ന അനുസരിച്ചിട്ടല്ലേ ഞാൻ ചെയ്യുന്നത്. പാർട്ടി ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ചെയ്യും, അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യില്ല. ഞാൻ പാർട്ടിയുടെ ഒരു മാധ്യമം ബാബുണ്ണനെ പറ്റി എഴുതിയത് ബാബുണ്ണൻ ജനങ്ങളോട് വിരട്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. അതെ, ഞാൻ എൻ്റെ ഒരു ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ 5 വർഷം 2015-20 മത്സരിച്ചത്. 15-20 ഞാൻ മത്സരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2020 ഞാൻ അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞാൻ ചെയ്ത പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലഘുലേഖ എല്ലാ വീടുകളിലും കൊടുത്തു. ആ ലഘുലേഖ കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ അവിടെയുള്ള ആളുകളെടുത്ത് പ്രധാനപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഇവിടുത്തെ അറിയപ്പെടുന്ന പഴയ ചീഫ് സെക്രട്ടറി വിജയാനന്ദ് സാർ അടക്കം. വിജയാനന്ദ് സാർ ആരായിരുന്നു? ചീഫ് സെക്രട്ടറിമാരിലെ ഏറ്റവും പ്രമുഖനായ ചീഫ് സെക്രട്ടറി, ഏറ്റവും മാന്യനായ, ഞാനൊക്കെ അങ്ങേറ്റം ദൈവതുല്യനായി കാണുന്ന ആളാണ് വിജയാനന്ദ് സാറ്. വിജയാനന്ദ് സാർ അടക്കമുള്ള ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ അവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമുള്ളവരല്ല. അതിലുള്ള 1-2 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരടുത്തെല്ലാം ഞാൻ ചെന്ന് പറഞ്ഞ് എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വിലയിരുത്തി ശരിയോ തെറ്റോ അങ്ങനെ ഒരെണ്ണം എഴുതി തരണമെന്ന്. അവർ ഓരോന്ന് എഴുതി തന്നതിന് അതേപടി ഞാൻ ആ വികസന രേഖയിൽ ഉൾപ്പെടുത്തി. ആ രേഖ ഒരു ബുക്കിലെറ്റ് പോലത്തെ രേഖയാണ്. അത് മുഴുവൻ വീടുകളിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഇപ്പോഴും വീണ്ടും പഴയത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആ രേഖ അതിൽ പല പ്രമുഖരും അന്തരിച്ചു പോയിട്ടുണ്ട്. ആ അന്തരിച്ചു പോയവരുടെ അനുസ്മരണം അനുശോചിച്ചുകൊണ്ട് ആണ് ഞാൻ ആ രേഖ വീണ്ടും പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ആ പ്രസിദ്ധീകരണം ഞാൻ ഇപ്പോഴെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രേഖ കാണിച്ചു തരാം. അതിൽ ആരൊക്കെയാണ് എന്താണ് പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ ഏത് പ്രശ്നമായാലും കൗൺസിലർ ആയതുകൊണ്ട് മാത്രമല്ല, അതിന് മുമ്പും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ 87 മുതൽ ഈ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. 87 മുതൽ ഞാൻ ഇവിടെ തന്നെ മിക്കവാറും മഹാഭൂരിപക്ഷം സമയം എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും വിനിയോഗിച്ചിട്ടുള്ളത് ഈ ഓഫീസിനകത്താണ്. ഇപ്പോൾ പാളയം ഏരിയ സെക്രട്ടറി ആയപ്പോൾ ഞാൻ കൂടുതൽ സമയം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലോട്ട് മാറി എന്നുള്ളതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ വീണ്ടും ഇവിടെ തന്നെ വന്നു. അപ്പോൾ ഈ ഓഫീസിലിരിക്കുമ്പോൾ എത്രയോ ആളുകളാണ് പല കാര്യങ്ങൾക്കും വരുന്നത്. ആ ആളുകൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങൾ ന്യായമായി തന്നെ അത് കൈകാര്യം ചെയ്ത് അവർക്ക് ബോധ്യപ്പെടുത്തക്ക വിധത്തിലാണ് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അവരൊക്കെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയി കാത്തുകെട്ടി കിടക്കാനും കാശ് മുടക്കാനും പോകാതെ ചില പ്രശ്നങ്ങൾ അതിർത്തി തർക്കം അടക്കം ന്യായമായിട്ടാണ്. അതിൽ ഒരു 2 പക്ഷത്ത് വരുമ്പോൾ ഒരു പക്ഷം നമ്മളെ പാർട്ടിയാണെന്ന് നോക്കി പാർട്ടിയല്ല നോക്കുന്നത്, ന്യായമാണ് നോക്കുന്നത്. അങ്ങനെയുള്ള അംഗീകാരമാണ് എനിക്ക് ജനങ്ങൾ തന്നിട്ടുള്ളത്. ആ അംഗീകാരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കയർത്ത് സംസാരിക്കേണ്ടി വരും. ചുമ്മാ പച്ചക്കള്ളത്തരം പറഞ്ഞാൽ കയർത്ത് സംസാരിക്കേണ്ടി വരും. ആ കാര്യത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹവും ബഹുമാനവും ഒട്ടും കുറയാതെയാണ് സംസാരിക്കുന്നത്. നമ്മളെ വീട്ടിൽ ഞങ്ങളെ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ചിലപ്പോൾ നമ്മളെ അച്ഛനമ്മമാരെടുത്തോ ചിലപ്പോൾ കാര്യത്തൊക്കെ സംസാരിക്കേണ്ടി വരുമല്ലോ. ആ കാര്യങ്ങൾ ബോധ്യപ്പെടുക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ സംസാരിക്കും ഞാൻ. അങ്ങനെയുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതിൽ അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ 2 പേരും കൈ കൊടുത്ത് പിരിഞ്ഞു പോകുന്ന സന്ദർഭം ഇവിടെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ. അതിലൊക്കെ ഒട്ടനവധി ആത്മസംതൃപ്തി ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടതിൻ്റെ ഫലമായി എനിക്ക് സന്തോഷിക്കാനിട നൽകിയിട്ടുണ്ട്. വീട്ടിൽ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പുനർചിന്തനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എന്തുമാത്രം ശരി എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്.
ഇത് ജീവിത അനുഭവങ്ങളാണ്. ഇത് പാർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ, അത് വിനിയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള സന്തോഷം. അതാണ് ജീവിക്കാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൽ സുഖദുഃഖങ്ങളെല്ലാം ഉണ്ട്. അല്ലാതെ ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താനോ ഇതിനു വേണ്ടിയിട്ടോ പോകില്ല. പക്ഷേ ഇങ്ങോട്ട് കടിക്കാൻ വന്നാൽ അല്ലെങ്കിൽ അടിക്കാൻ വന്നാൽ അടി കൊണ്ടുകൊണ്ട് പോകാനുള്ള മഹാത്മാഗാന്ധി ഒന്നുമല്ല ഞാൻ അങ്ങനെ കൊണ്ടുകൊണ്ട് പോകുന്ന ആളുമല്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ ഞാൻ അത് പ്രതികരിക്കും. മനുഷ്യനാകുമ്പോൾ പ്രതികരിച്ചല്ലേ പറ്റൂ, പ്രതികരിക്കും. പക്ഷെ ആവശ്യമില്ലാതെ അങ്ങോട്ട് ഒരിടത്തും പോയി ഒരു കാര്യത്തിലും പോയിട്ടു. മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മാധ്യമ സിൻഡിക്കേറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കുറേ കാലമായി ആ പേര് തന്നെ നൽകിയത് സഖാവ് പിണറായി വിജയനാണ്. മാധ്യമ സിൻഡിക്കേറ്റ്, അതായത് ഒരേ വാർത്ത എല്ലാ പത്രങ്ങളിലും ഒരേപോലെ, ഹെഡിങ് അടക്കം ഒരേപോലെ വരുന്ന കുറേ കാലഘട്ടം ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ആ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ വകവയ്ക്കാറില്ല ന്യായരഹിതമായിട്ടുള്ള കാര്യത്തിൽ. അല്ലാതെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് തോന്നുമ്പോൾ മാത്രമേ പത്രസമ്മേളനം നടത്തുള്ളൂ. പത്രസമ്മേളനം നടത്തുമ്പോൾ ചോദിക്കുന്ന മുഴുവൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടാണ് പോകുന്നത്. അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരുടെയും ചെവികളിൽ ഓരോ ഇയർഫോൺ വെച്ചിട്ടുണ്ട്, അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരവും നിങ്ങൾക്ക് വേറെ വശത്ത് നിന്ന് കിട്ടും. ഞാൻ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അറിയാതിരിക്കുന്ന എന്നോട് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടല്ലേ പോകാറുള്ളൂ. ഞാൻ മറുപടി ഇല്ല, ഞാൻ പറയില്ല എന്ന് പോയിട്ടില്ലല്ലോ, അങ്ങനെ പോകുന്ന ആളല്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ എന്തെല്ലാം ലാവ്ലിൻ കേസ് മുതൽ ഇങ്ങോട്ട് അന്വേഷിച്ച് നോക്കണം. ലാവ്ലിൻ കേസ് മുതൽ ഏറ്റവും അവസാനത്തെ മകളുടെ വിഷയം വരെ, കൊച്ചു മോൻ്റെ ആ പയ്യൻ ജനിച്ച് 11 വർഷം ആയപ്പോഴത്തേക്ക് ലാവ്ലിൻ കേസിൽ ഇദ്ദേഹത്തിന് മോനും പങ്കുണ്ടായിരുന്നു എന്ന് പച്ചക്കള്ളത്തരം വിളമ്പി പിറ്റേ ദിവസം അത് പിൻവലിക്കേണ്ടി വന്നിട്ടുള്ള മാധ്യമങ്ങളെല്ലാം കണ്ടതല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇതേപോലത്തെ ഒരു മനസ്സെന്ന് പറയുന്നത് അത് അത്യപൂർവമായിട്ടുള്ള മനസ്സാണ്. ഇതൊന്നും ഒരു കൂസലേ കൊടുക്കാറില്ല. അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഞാനെന്തിനാ ഇതൊക്കെ കണ്ട് ഭയപ്പെടേണ്ട കാര്യം എനിക്കില്ല, കാരണം മടിയിൽ കനമുള്ളവനല്ലേ ഇതെല്ലാം പേടിക്കേണ്ട കാര്യമുള്ളൂ. അദ്ദേഹത്തിന് ആർക്കും അങ്ങനെയൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ ഒരു വാക്ക് ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഭയപ്പെടുന്നത് പാർട്ടിയാണെന്ന്. അത് എനിക്ക് കിട്ടിയത് വേറൊരു കോടിയേരി ബാലകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞതിൽ നിന്നാണ് എനിക്കും അത് തോന്നിയിട്ടുള്ളത്. കോടിയേരിയുടെ അടുത്ത് പിണറായിയെ കുറിച്ച് ആ ഒരു പത്രക്കാർ ചോദിച്ചു, പിണറായിക്ക് ആരെയും പേടിയില്ലേ? ആര് പറഞ്ഞു പേടിയില്ല എന്ന്? അദ്ദേഹത്തിന് പേടിയുണ്ട്, പാർട്ടിയാണ് പേടി, വേറെ ഒന്നിനെ അദ്ദേഹം ഭയപ്പെടുന്നില്ല. അതിൽ നിന്നാണ് കേട്ടത്. ശരിയാണ്, അദ്ദേഹത്തിന് പാർട്ടി പറഞ്ഞാൽ, പാർട്ടി അത് ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യില്ല. പക്ഷെ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം വാർത്തകൾ ഇങ്ങനെ കുത്തൊഴുക്കായിട്ട് വന്നു. അയ്യോ എന്തെല്ലാം ബിരിയാണി ചെമ്പ് അതെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഇടയിലുള്ള ഉരുളിയും ബിരിയാണി ചെമ്പും എന്ന് പറഞ്ഞ് വാരി എറിഞ്ഞ്, അവിടുന്ന് ഗൾഫ് രാജ്യത്ത് നിന്ന് അവിടുത്തെ ഭരണാധികാരി ഇവിടെ നിന്ന് നേരെ പോയി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഭവനത്തിലോട്ട് പോയി എന്നൊക്കെയുള്ള പറഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ പറ്റിക്കാന്നല്ലാതെ ഇത്രയും കാലത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും പോറലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പച്ച കള്ളത്തിന് ഇങ്ങനെ വിളമ്പിക്കൊണ്ടേ ഇരിക്കുന്ന കുറേ വൃത്തികെട്ട മാധ്യമങ്ങളുണ്ട്. എല്ലാവരും അല്ല, കുറേ ഉണ്ട്. അതിൽ സോഷ്യൽ മീഡിയയിലുള്ള കുറേ പേര് അവരിങ്ങനെ പുലപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് പച്ച കള്ളത്തരം പറയുന്ന മാധ്യമങ്ങൾ. അത് നിങ്ങൾ അങ്ങനെ ആകരുതെന്നുള്ളതാണ്. ഞാൻ ഇതുവരെ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ പോകരുത്. നിങ്ങളെ എല്ലാം വിമർശിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കുറ്റം കണ്ടാൽ തീർച്ചയായും വിമർശിക്കണം. അതോടൊപ്പം തന്നെ ആ കുറ്റം കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം, നിങ്ങളിങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ, ശരിയാണോ തെറ്റാണോ? എൻ്റെ വിശദീകരണത്തിനും തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾ അതങ്ങനെ തന്നെ പറയുക. അപ്പോൾ അങ്ങനെ മാധ്യമ പ്രവർത്തനം അങ്ങനെ ആയിരിക്കണം, സത്യസന്ധതയോടുകൂടിയുള്ള മാധ്യമ പ്രവർത്തനം. അതിന് നിങ്ങൾക്ക് അപ്പോൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നേരെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനം ഏറ്റെടുക്കണം. എനിക്ക് ഈ ചോദ്യം ചോദിക്കുന്ന ഇദ്ദേഹമായിട്ട് വളരെ കുറച്ച് പരിചയമേ ഉള്ളൂ, വളരെ അവസാനമാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ എനിക്ക് വളരെ കൊച്ചുനാളിലേ അറിയാമെന്നുള്ള ആളാണ്, വളരെ മാന്യനായിട്ടുള്ള ഒരാളാണ്. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന, ഞാൻ വളരെ എൻ്റെ അച്ഛനെ പോലെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ആൾ ഷാജി. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ അവരൊക്കെ ആ കുടുംബ പശ്ചാത്തലം എന്തായാലും ആ മഹിമ കാണുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇതിന് വരാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അപ്പം ആ തരത്തിലായിരിക്കണം മാധ്യമപ്രവർത്തനം. അപ്പോൾ ഈ ഷാജിയുടെയൊക്കെ പ്രവൃത്തിയും പെരുമാറ്റവും നല്ല പെരുമാറ്റമാണ്. ഞാൻ നിങ്ങളെയൊക്കെ അദ്ദേഹത്തിനെ അറിയാം. എൻ്റെ അടുത്ത് ആദ്യം ഈ വർത്തമാനം പറഞ്ഞ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഒരു സ്ഥാപനം ഇവിടെ വഞ്ചൂർ നടത്തിയിരുന്നു. അദ്ദേഹത്തിനെ അറിയാവുന്നുള്ള ഒരാളാണ്. അപ്പോൾ അത് അറിയാവുന്നുള്ളവർ മര്യാദയ്ക്ക് പെരുമാറുന്നവരുടെ അടുത്ത് മര്യാദ, അങ്ങ് അറ്റത്തെ മര്യാദ. എത്രത്തോളം നമ്മളോട് വിനയം കാണിക്കുമ്പോൾ അത്രത്തോളം എൻ്റെ തല താഴ്ന്നു തന്നെ ഇരിക്കും, അത് സംശയമേ വേണ്ട. അങ്ങനെ നിങ്ങളും നമ്മളും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതായിട്ടുണ്ട്.
മാധ്യമപ്രവർത്തനം അങ്ങനെ മാധ്യമപ്രവർത്തനം ഒരു കലയാണ്, സത്യസന്ധതയാണ്, നീതിപൂർവമായിരിക്കണം അതിൻ്റെ പ്രവർത്തനം. അത് ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഈ മാധ്യമപ്രവർത്തനം ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിച്ച് കൊണ്ടിരുന്നപ്പോൾ അതിൽ ഒരു മാന്യതയുണ്ട്, ഒരു മര്യാദയ്ക്ക് മാധ്യമപ്രവർത്തനം നടത്തുന്നതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ എനിക്ക് ആരുടെയും പിന്തുണ എനിക്ക് ആവശ്യമില്ല, ഇത്തരക്കാരുടെ പിന്തുണ ആവശ്യമില്ല. ഞാൻ ജനങ്ങളെ നേരിട്ട് കണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ വോട്ട് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരാളുടെ ഒരു താങ്ങൂടെ എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഒരു മര്യാദയ്ക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്ന ഒരു സ്ഥാപനം, മാധ്യമ സ്ഥാപനത്തിനെ ബഹുമാനിക്കുകയും ഞാനത് അവരോട് തല കുമ്പിടുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ളവരടുത്ത് ഞാൻ അങ്ങനെ തന്നെ പെരുമാറും, അല്ലാത്തടത്ത് അങ്ങനെയല്ല. ഇതൊക്കെയാണ് ഈ വിവാദ വിഷയങ്ങളിൽ ശങ്കരൻകുട്ടി നായർ എന്ന വഞ്ചൂർ പി ബാബുവിന് പറയാനുള്ളത്. ഈ ഇൻ്റർവ്യൂ എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു.